പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസും കടകംപള്ളി സുരേന്ദ്രൻ എം.എൽ.എയും തമ്മിൽ തലസ്ഥാനത്തെ റോഡ് വികസനത്തിന്റെ പേരിൽ ഏതാനും ദിവസങ്ങളായി പരോക്ഷമായി ഏറ്റുമുട്ടുന്നു എന്ന തരത്തിൽ ചർച്ചകളുണ്ടായിരുന്നു. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കരാറുകാരെ മാറ്റിയതിൽ ചിലർക്ക് പൊള്ളലേറ്റെന്ന പ്രസ്താവനയിലൂടെ താൻ ഉദ്ദേശിച്ചത് കടകംപള്ളി സുരേന്ദ്രനെ അല്ലെന്ന് മുഹമ്മദ് റിയാസ് പറയുകയുണ്ടായി. താനും മന്ത്രിയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചിരുന്നതാണ്. റിയാസ് അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്ത് തോന്നിവാസവും ആകാമെന്ന് കരുതുന്ന ഒരു കമ്പനിയെ മാറ്റിയത് സർക്കാരിന്റെ ശക്തമായ നടപടിയാണ്. പൊള്ളിയ ആളുകൾ മാത്രം ബേജാറായാൽ മതി. കരാറുകാരനെ മാറ്റിയത് ശരിയായിരുന്നെന്ന് കാലം തെളിയിക്കും. ഏറ്റെടുത്ത കരാറ് സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത കമ്പനിയെ മാറ്റും. കരാറുകാരൻ ഉഴപ്പിയപ്പോൾ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അല്ലായിരുന്നുവെങ്കിൽ സ്ഥിതി മാറിയേനെ എന്നുമായിരുന്നു അന്ന് മാധ്യമങ്ങളോട് റിയാസ് പ്രതികരിച്ചത്. നിയമസഭ നടക്കുന്ന സമയമായതിനാൽ താനും മന്ത്രിയും തമ്മിൽ എല്ലാ ദിവസവും കാണാറും സംസാരിക്കാറും ഉണ്ടെന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അന്ന് പ്രതികരിച്ചിരുന്നതാണ്. തലസ്ഥാനത്തെ റോഡ് വികസനത്തെ വിമർശിച്ചതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തി എന്ന തരത്തിലായിരുന്നു വാർത്തകൾ. ആകാശത്ത് റോഡ് നിർമ്മിച്ച് താഴെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ ആകില്ലെന്നും കരാറുകാരനെ പുറത്താക്കിയത് ചിലർക്ക് പൊള്ളിയെന്നുമാണ് റിയാസ് പറഞ്ഞത്. ഇത് കോർപ്പറേഷൻ വികസന സമിതി യോഗത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ പ്രസംഗത്തിനുള്ള പരോക്ഷമായ മറുപടിയായിട്ടാണ് ഏവരും വിലയിരുത്തിയിരുന്നത്. വികസന സെമിനാറുകൾ നേട്ടങ്ങൾ മാത്രമല്ല കുറവുകൾ കൂടി പറയാനുള്ള വേദിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കടകംപള്ളിയുടെ അന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പ്. നഗരസഭയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കരാറുകാർക്കൊപ്പം ചേർന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സ്ഥിതിയുണ്ടെന്നും ഫയൽ ഒരു മേശപ്പുറത്ത് നിന്ന് മറ്റൊരു മേശപ്പുറത്തേക്ക് നീങ്ങണമെങ്കിൽ കൗൺസിലർമാർ നേരിട്ട് വന്ന് എടുത്തുകൊണ്ട് പോകേണ്ട സ്ഥിതിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായിരുന്നു. ഒക്ടോബർ 27 നിയമസഭയിൽ അമൃത് പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച സബ്മിഷനിൽ ഉന്നയിച്ച അതേ കാര്യമാണ് വികസന സെമിനാറിലും ഉന്നയിച്ചതെന്നും എന്നാൽ മാധ്യമങ്ങൾ സർക്കാർ വിരുദ്ധ മനോഭാവത്തിന്റെ ഭാഗമായി തന്റെ പ്രസംഗത്തെ ആദ്യ ഭാഗങ്ങളും പോരായ്മകൾക്ക് ഉത്തരവാദി ചില കരാറുകാരും ഉദ്യോഗസ്ഥരും ആണെന്ന ഭാഗവും ഒഴിവാക്കി അവർക്ക് വേണ്ട ഭാഗം മാത്രം പ്രചരിപ്പിക്കുകയാണ് ചെയ്തതെന്നും പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളെ താറടിക്കാനുള്ള ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങൾക്ക് എതിരെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പ്രതികരിക്കുന്നതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. മന്ത്രിക്കൊപ്പം നിയമസഭയ്ക്കുള്ളിൽ വെച്ചെടുത്ത സെൽഫിയൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടായതായാണ് വാർത്തകൾ പുറത്തുവരുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും വിമർശനം ഉന്നയിച്ചതായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. മന്ത്രിക്ക് ജാഗ്രതാ കുറവുണ്ടെന്നും യോഗം വിലയിരുത്തിയെന്നും ഒക്കെ വാർത്തകൾ വന്നിരുന്നു. സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ CPM നേതാക്കൾക്ക് കരാറുകാരുമായി ദുരൂഹ ഇടപാടുകൾ ഉണ്ടെന്ന ധ്വനിയോട് കൂടിയുള്ള പ്രസംഗമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയത് എന്ന തരത്തിലായിരുന്നു പാർട്ടിക്കുള്ളിൽ ചർച്ച നടന്നത് എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ ഇതിനോടെല്ലാം മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അസംബന്ധമാണ് ഈ വാർത്ത, അസംബന്ധ വാർത്തയാണെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് പറയേണ്ടത്, അസംബന്ധമായൊരു വാർത്ത. നിങ്ങൾക്കൊന്നും കൂടി ഒന്ന് വേണമെങ്കിൽ കളർഫുള്ളായി കൊടുക്കാമായിരുന്നു. എല്ലാവരും കൂടി കസേര എടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു, എന്നിട്ട് ഒരു പരിക്കും പറ്റാതെ അത്ഭുതകരം വിധം രക്ഷപ്പെട്ടു എന്ന് വന്ന ഒന്നും കൂടി കളർഫുള്ളാകാം, അങ്ങനെ കൊടുക്കാമായിരുന്നു. അതായിരുന്നു ഓക്കെ. അത് പറഞ്ഞല്ലോ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, അസംബന്ധമായ വാർത്ത. ഈ ബജറ്റിലെ ഒരു നിർദ്ദേശത്തിന്റെ കാര്യമാണ് ഇന്നത്തോടെ ലോകം അവസാനിക്കും. സ്വകാര്യ സർവകലാശാലകളുടെ ബാക്കി പിന്നെ നോക്കാം. അത് PV പറഞ്ഞിട്ടുള്ള അതിനെതിരായിട്ട് അല്ല, അത് ബാക്കി നമുക്ക് പിന്നെ നോക്കാം.
വേറെ ഒന്നും അന്നത്തെ പ്രസംഗം ചിലർക്ക് കൈവള്ളി എന്ന് പറയുന്ന പരാമർശം ഉണ്ടായിരുന്നു. ഓക്കെ, കരാറുകാരെക്കൊണ്ടും ചില അത് ഞാൻ മറുപടി പറഞ്ഞില്ലായിരുന്നു. സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്ന് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. വിമർശനം ഉയർന്നുവെന്നത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തയാണെന്നും പ്രചരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണെന്നുമാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. അതേപറ്റി പ്രതികരിക്കാൻ തന്നെ കിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട്. കൂടാതെ ബജറ്റിൽ അതൃപ്തി അറിയിച്ച് CPI മന്ത്രിമാർ കത്തുകൊടുത്ത സംഭവം അറിയില്ലെന്നും ഇതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേതാക്കളെ സംശയത്തിൽ നിർത്തുന്ന മന്ത്രിയുടെ പരാമർശം അപക്വമാണ്. പ്രതികരണങ്ങളിൽ മന്ത്രി ജാഗ്രത പുലർത്തിയില്ലെന്നും യോഗത്തിൽ വിമർശനമുണ്ടായിരുന്നുവെന്നുമാണ് ലഭിച്ച വിവരം. എന്നാൽ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നതിനെയൊക്കെ തള്ളിയിരിക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ. കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളിയെന്ന് പൊതുയോഗത്തിൽ പറഞ്ഞത് കടകംപള്ളിയെ ലക്ഷ്യമിട്ട് മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചു എന്ന തരത്തിലായിരുന്നു ഏറെയും വിലയിരുത്തലുകൾ ഉയർന്നു വന്നത്. ഇത് കാരണം CPM ജില്ലാ നേതൃത്വം നേരത്തെ തന്നെ അതൃപ്തി പ്രകടിപ്പിക്കുകയായിരുന്നുവെന്നും ആരോപണം അതിവേഗമാണ് പ്രതിപക്ഷം ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചത്. പാർട്ടി ഭരിക്കുന്ന നഗരസഭയ്ക്ക് എതിരായി പോലും വ്യാഖ്യാനിക്കാനാവുന്ന പ്രയോഗം എന്ന രീതിയിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയ്ക്ക് വന്നത് എന്നൊക്കെയായിരുന്നു CPM വിരുദ്ധരുടെ പ്രചരണം. തിരുവനന്തപുരം ജില്ലയിലെ മുതിർന്ന നേതാക്കളും മന്ത്രിമാരുമെല്ലാം സമാന അഭിപ്രായം പ്രകടിപ്പിച്ചതോടെയാണ് ഉദ്ദേശിച്ചത് കടകംപള്ളിയെയോ മറ്റ് നേതാക്കളെയോ ആയിരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് നിലപാട് മയപ്പെടുത്തിയത് എന്നൊക്കെ ചർച്ചകൾ വന്നിരുന്നു. എന്നാൽ വിവാദം കെട്ടടങ്ങാതെ ആയതോടെ മുഹമ്മദ് റിയാസ് തന്നെ നേരിട്ട് പ്രതികരിക്കുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പൊ പ്രതികരിച്ചിട്ടുണ്ട്. അസംബന്ധമാണ് ഈ വാർത്ത, അസംബന്ധ വാർത്തയാണ്. MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് പറയേണ്ടത്, അസംബന്ധമായൊരു വാർത്ത. നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് വേണമെങ്കിൽ കളർഫുള്ളായി കൊടുക്കാമായിരുന്നു. എല്ലാവരും കൂടി കസേര എടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു, എന്നിട്ട് ഒരു പരിക്കും പറ്റാതെ അത്ഭുതകരം വിധം രക്ഷപ്പെട്ടു എന്ന് വന്ന ഒന്നും കൂടി കളർഫുൾ ആവാം. അങ്ങനെ കൊടുക്കാമായിരുന്നു, അതായിരുന്നു. ഓക്കെ, അത് പറഞ്ഞല്ലോ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, അസംബന്ധമായ വാർത്ത. ഈ ബജറ്റിലെ ഒരു നിർദ്ദേശത്തിന്റെ കാര്യമാണ്. ബജറ്റിലെ സ്വകാര്യ ഇന്നത്തോടെ ലോകം അവസാനിക്കില്ല. സ്വകാര്യ സർവകലാശാലകളുടെ ബാക്കി പിന്നെ നോക്കാം. അത് PB പറഞ്ഞിട്ടുള്ള അതിനെതിരായിട്ട് അല്ല, അത് ബാക്കി നമുക്ക് പിന്നെ നോക്കാം. വേറെ ഒന്നും അന്നത്തെ പ്രസംഗം ചിലർക്ക് കൈവള്ളി എന്ന് പറയുന്ന പരാമർശം ഉണ്ടായിരുന്നു. ഓക്കെ, കരാറുകാരെക്കൊണ്ടും ചില അത് ഞാൻ മറുപടി പറഞ്ഞില്ലായിരുന്നു.